സോ നമ്മൾ ഓപ്പറേഷൻ ബഡ്ജറ്റുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ ബഡ്ജറ്റുകളാണ് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. സോ ഫൈനാൻഷ്യൽ ബഡ്ജറ്റുകളിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ്, ബഡ്ജറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു അല്ലേ. ഓപ്പറേഷൻ ബഡ്ജറ്റ് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആനുവൽ ഡെവലപ്പിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബഡ്ജറ്റുകളെയും എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം, കൃത്യമായി റിവ്യൂ ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുകയും അതിൻ്റെ എഫക്റ്റുകളും മറ്റെല്ലാ ബഡ്ജറ്റുകളും എന്ത് ചെയ്യണം, കാണുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ബാക്കി 3 ബഡ്ജറ്റുകളാണ്. ഏതൊക്കെയാണ്? ക്യാഷ് ബഡ്ജറ്റ്, ബാലൻസ് ഷീറ്റ്, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. സോ ക്യാഷ് ബഡ്ജറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അറിയാം. സോ ഞാൻ ആദ്യം ക്യാഷ് ബഡ്ജറ്റ് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ആദ്യം ഞാൻ ക്യാഷ് ബഡ്ജറ്റ് പറയാം. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്, നമ്മുടെ കമ്പനിയിൽ ബഡ്ജറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലേ, നമ്മുടെ ക്യാഷിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ അല്ലേ, നമ്മുടെ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോകളും കൃത്യമായി മനസ്സിലാക്കാൻ, മന്ത് ബൈ മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർ ബൈ ക്വാർട്ടർ ആയിരിക്കാം, മന്ത്ലി ബേസിലോ അല്ലെങ്കിൽ ക്വാർട്ടർ ബേസിലോ ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഏത്, ക്യാഷ് ബഡ്ജറ്റ്. ഇതിൽ പ്രത്യേകം പറയുന്നത് ഇവർ ബഡ്ജറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബഡ്ജറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് രണ്ടും എന്തല്ല, സെയിം സാധനം അല്ല. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ ബഡ്ജറ്റ് ബാലൻസ് ഷീറ്റോ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, അതായത് ഓപ്പറേഷൻസ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് എന്നിങ്ങനെ 3 സെഷനായി തിരിച്ച് അതിൽ നിന്ന് വരുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ആണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് റെസീവ്സും ഡിസ്പേഴ്സും മാത്രം നോക്കുന്നുള്ളൂ. നമ്മുടെ വരവുകളും നമ്മുടെ ചെലവുകളും മാത്രം നോക്കി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ബഡ്ജറ്റ് നമുക്ക് വേരിയസ് ആയിട്ട് പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട് അല്ലേ. നമ്മുടെ കയ്യിൽ എൻഡിങ് ആയിട്ട് എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും, നമുക്ക് എത്ര ക്യാഷുകൾ ആവശ്യമുണ്ട് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലേ. നമ്മുടെ കയ്യിൽ ക്യാഷിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ബോറോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് വളരെ വലിയൊരു ക്യാഷിൻ്റെ എമൗണ്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് ക്യാപിറ്റൽ എക്വിറ്റി റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ് ആയിട്ട് സെൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഏത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഈ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബാക്കി എല്ലാ ബഡ്ജറ്റുകളും, അതായത് നിങ്ങളുടെ പ്രൊഡക്ഷൻ ആവട്ടെ, സെയിൽസ് ആവട്ടെ, എൻഡിങ് ഇൻവെൻട്രി ആവട്ടെ, ഇതിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാണ്ട് നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്രാഫ് നിങ്ങളുടെ ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. സോ അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദ ഇയർ എൻഡ് December 31, 2013 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വാർട്ടറിലാണ് ഞാൻ തന്നിരിക്കുന്ന ഗ്രാഫ് അല്ലേ, 4 ക്വാർട്ടറിലുള്ള ഓരോ ഗ്രാഫാണ്. ലാസ്റ്റ് ഇയർ വൈസിലും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ബിഗിനിങ് ബാലൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളത് ആദ്യം കൊടുക്കുക. പിന്നീട് പ്ലസ് റിസീപ്റ്റ്സ്, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുള്ളത്, എക്യുപ്മെൻറ്റ്സ് വിറ്റതിൻ്റെ എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ക്യാഷുകൾ കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണോ ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. സോ നമ്മുടെ കയ്യിൽ ടോട്ടലായിട്ട് എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളത് കിട്ടും. അതിനുശേഷം കൊടുത്തിട്ടുള്ളത് മൈനസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ അല്ലേ, മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, പേറോൾ, സാലറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഓവർഹെഡുകളുടെ കോസ്റ്റ്, നോൺ മാനുഫാക്ചറിങ് കോസ്റ്റുകളായിട്ട് വരുന്നത് അങ്ങനെ, അതേപോലെ നമ്മൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതേപോലെ ഇൻകം ടാക്സ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ മൊത്തമായി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷുകൾ എത്രയാണെന്നുള്ളത്. സോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ എന്താണ് പറയാം, ബിഗിനിങ് നമുക്കൊരു 1000 രൂപയുണ്ടെന്ന് കരുതുക, എനിക്ക് കിട്ടുന്നത് ഒരു 2000 ആണ്. സോ ടോട്ടലി എൻ്റെ കയ്യിൽ 3000 രൂപയുണ്ട് എന്ന് വരെ എനിക്ക് കിട്ടി. എൻ്റെ കയ്യിലുള്ള ചിലവുകൾ, എനിക്ക് 4000 രൂപയുടെ ചിലവുണ്ട് എന്ന് കരുതുക.
ഓക്കെ, 4000 രൂപയുടെ ചിലവുണ്ടെന്ന് കരുതുക. സോ എൻ്റെ കയ്യിൽ എത്ര ഷോർട്ടേജ് ഉണ്ട്? 1000 എന്ന് പറയുന്ന എമൗണ്ട് ഷോർട്ടേജ് ഉണ്ട്. ഇതിന് പുറമെ കമ്പനിയുടെ ഒരു റൂളുണ്ട്, ഏറ്റവും കുറഞ്ഞത് ഒരു 500 രൂപയെങ്കിലും നമ്മുടെ കമ്പനിയിൽ അവസാനം എന്ത് ചെയ്യണം? നിലനിൽക്കണം എന്ന് പറയണം അല്ലേ. ഒരു അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ ഒരു 500 രൂപ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയണം. സോ ഓൾറെഡി എനിക്ക് 1000 രൂപയുടെ കുറവുണ്ട്, അതിന് പുറമെ കമ്പനിയിൽ എപ്പോഴും ഒരു 500 രൂപ വെക്കുകയും വേണം. സോ ടോട്ടൽ എനിക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട്? ഇനി 1500 രൂപയുടെ ആവശ്യമുണ്ട്. സോ ഈ 1500 രൂപ ഞാൻ ബോറോ ചെയ്യണോ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസിലൂടെ താഴെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലേ. ഫൈനാൻസിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗിനിങ്ങിൽ ഓൾറെഡി ബോറോ ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, ഇനി റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ഇൻട്രസ്റ്റുകളുടെ എക്സ്പെൻസുകൾ എത്ര വരുന്നുണ്ട്, സോ എൻ്റെ ഫൈനാൻസിങ്ങിൽ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളതും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാനത് കട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനാൻസിങ്ങിൻ്റെ എത്ര എഫക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് എൻ്റെ കയ്യിൽ എത്ര എൻഡിങ് ബാലൻസ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാഷ് ബഡ്ജറ്റ് വഴി ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളോട് ചെയ്യാം. നമ്മുടെ ഹോക്ക് മെറ്റീരിയൽസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഹോളണ്ട് കമ്പനി ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ക്യാഷ് ബഡ്ജറ്റ് അല്ലേ. സെക്കൻഡ് ക്വാർട്ടറിലേക്കുള്ള, ആദ്യ ക്വാർട്ടർ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വാർട്ടർ പീരീഡിലേക്കുള്ള ഒരു ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് എന്ത് കൊടുത്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ക്യാഷ് ബാലൻസ് അറ്റ് ദ ഫസ്റ്റ് ക്വാർട്ടർ അല്ലേ, ബാലൻസ് എൻഡ് ഓഫ് ഫസ്റ്റ് ക്വാർട്ടർ 36,000. ആദ്യ ക്വാർട്ടറിൽ അവസാനത്തെ ബാലൻസ് 36,000 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വാർട്ടറിൽ എന്താണത്, ബിഗിനിങ് ബാലൻസ് ആണ് അല്ലേ. ഇനി അടുത്തത് ക്യാഷ് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ് ഓഫ് സെക്കൻഡ് ക്വാർട്ടർ 13 ലക്ഷം അല്ലേ. 13 ലക്ഷമാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടിയത്. അടുത്ത് പറയുന്ന അക്കൗണ്ട്സ് പേയബിൾ അറ്റ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് ക്വാർട്ടർ ഈസ് 1 lakh ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ അറ്റ് എൻഡ് ഓഫ് ദ സെക്കൻഡ് ക്വാർട്ടർ ഈസ് 75,000. ആദ്യത്തെ ക്വാർട്ടറിൽ 1 ലക്ഷവും രണ്ടാമത്തെ ക്വാർട്ടറിൻ്റെ അവസാനം 75 ആയെങ്കിൽ ആ ഡിഫറൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. സോ 1 lakh ഉള്ളത് 75,000 ആണെങ്കിൽ 25,000 അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്ത് തീർത്തു എന്നാണ് അതിന് അർത്ഥം. അതേപോലെ ഓൾ സെക്കൻഡ് ക്വാർട്ടർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസുകൾ ആക്ച്വൽ ബേസിസിൽ 12 ലക്ഷം. പിന്നെ ഡിപ്രീസിയേഷൻ വരുന്നത് 60,000. അക്രൂഡ് എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് എബോ അല്ലെ, മേലെ കൊടുത്തിരിക്കുന്ന എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണിത്. പിന്നെ എക്യുപ്മെൻറ്റ് വാങ്ങിയത് ക്യാഷായിട്ട് വാങ്ങിയത് 50,000. പിന്നെ നമ്മളൊരു സെയിൽ നടത്തിയ നമ്മളൊരു അസറ്റ് സെയിലായിട്ട് വിറ്റതിന് നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടിയത്, ലാഭമായിട്ട് കിട്ടിയത് 5,000 രൂപയാണ്. പിന്നെ ആ ബുക്കിൻ്റെ നമ്മൾ വിറ്റ സാധനത്തിൻ്റെ ശരിക്കുള്ള നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 35,000 രൂപയായിരുന്നു. പിന്നെ ചില നോട്ട് റീപേയ്മെൻറ്റുകൾ ചെയ്യാനുള്ളത് ഒരു 60,000 രൂപയും. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിലെ ക്യാഷ് കണ്ടുപിടിക്കാനാണ് എന്തുള്ളത്, നമ്മുടെ ചോദ്യം ഉള്ളത്. സോ നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ആ ഫോർമേഷൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. സോ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, 36,000 ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 13 ലക്ഷമാണ് അല്ലേ. ഇതിൽ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് എത്രയാണ്, 25,000 ആണ് അല്ലേ. ഞാൻ കൂട്ടാനുള്ളത് വേറെയും കുറയ്ക്കാനുള്ളത് വേറെ ആയിട്ട് എഴുതുന്നില്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി, നമ്മൾ കൂട്ടിയും കുറച്ചും ലാസ്റ്റ് അവസാനം നമുക്ക് എന്തെന്നെ കിട്ടും, എൻഡിങ് ക്യാഷ് ബാലൻസ് തന്നെ കിട്ടും. സോ എന്ത് ചെയ്തു, അക്കൗണ്ട്സ് പേയബിൾ കുറഞ്ഞു പോയത് എത്രയാണ്, 25,000 രൂപ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയും ചെയ്തു. അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ളതാണ്. 1 ലക്ഷം എന്നുള്ളത് 75,000 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 25,000 നമ്മൾ കൊടുത്തു എന്നാണ്, നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു. സോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്തു, കുറഞ്ഞു. സോ ഡിഗ്രീസ്ഡ് അക്കൗണ്ട്സ് പേയബിൾ 25,000 നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. അതുപോലെ നമ്മുടെ കയ്യിൽ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ആയിട്ട് എത്ര കുറഞ്ഞു, 12 ലക്ഷം, അതും പോയി. ഇനി ഡിപ്രീസിയേഷൻ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസുകളിൽ ഇൻക്ലൂഡ് ആയിരുന്നു 12 ലക്ഷത്തിൽ. ആ ഡിപ്രീസിയേഷൻ എന്തെടുത്തു, നമ്മൾ പുറത്തോട്ട് എടുത്തു. അതെന്തുകൊണ്ട് നമ്മളത് പുറത്തോട്ട് എടുത്തത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകുന്നുണ്ടോ, ഇല്ല. സോ അതെന്ത് ചെയ്തു, ആ എക്സ്പെൻസിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഒരു എക്യുപ്മെൻറ്റ് വാങ്ങി, 50,000 രൂപയുടെ എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. സോ നമ്മുടെ കയ്യിൽ നിന്ന് 50,000 രൂപ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യും, പോയി അല്ലേ. ഇനി നമ്മളൊരു സെയിൽ, ഒരു അസറ്റ് വിറ്റ സെയിൽ ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ. എങ്ങനെയായിരുന്നു, 35 രൂപയായിരുന്നു ആ അസറ്റിൻ്റെ വില, നമുക്ക് 5,000 രൂപ ലാഭവും അധികവും കിട്ടി. സോ ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടി, 40,000 രൂപ ആ അസറ്റ് വിൽക്കുന്നതിൽ കൂടി മാത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ ഞാനത് ആഡ് ചെയ്തു. പിന്നെ ചില നോട്ട് പേയബിൾസ് റീപേയ്മെൻറ്റ് ചെയ്തത് അല്ലേ, നമ്മൾ കൊടുക്കാനുള്ള ചില നോട്ട് പേയബിൾസുകൾ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ എത്രയുണ്ട്, 66,000. അപ്പോൾ അതും എൻ്റെ കയ്യിൽ നിന്ന് എന്തായി, ക്യാഷായിട്ട് കുറഞ്ഞു. സോ അവസാനം നമ്മളിത് കൂട്ടിയും കുറച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എൻഡിങ് ക്യാഷ് ബാലൻസ് എത്രയുണ്ട്, 95,000 രൂപ എൻഡിങ് ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാഷ് ബഡ്ജറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റും മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി മാസ്റ്റർ ബഡ്ജറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓപ്പറേഷൻ ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യുന്ന സാധനമാണ് എന്ത് മാസ്റ്റർ ബഡ്ജറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വലി ബഡ്ജറ്റ് ആയിട്ടുള്ള ഓപ്പറേഷണലി ഫൈനാൻഷ്യൽ ബഡ്ജറ്റും കൂടെ എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റഡ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടും ഇങ്ങനെ കിട്ടും. ഈ മാസ്റ്റർ ബഡ്ജറ്റ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇതനുസരിച്ചാണ് കമ്പനി എന്ത് ചെയ്യുന്നത് ഓപ്പറേഷൻ പ്ലാനുകൾ അല്ലേ, കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പറേഷൻ ആയിട്ടുള്ള പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യും കമ്പനി ഓരോ മന്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രോബബിലി നമ്മൾ എന്ത് ചെയ്തിരിക്കും ഓരോ ക്വാർട്ടറിലോ അല്ലെങ്കിൽ മന്തിലോ കമ്പനിക്ക് അനുസരിച്ച് എന്ത് ചെയ്തിരിക്കണം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും അതിൽ കൃത്യമായ നടപടികൾ എടുത്തിട്ട് അതിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും, അത് വരും വർഷങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല എഫക്റ്റുകൾ കമ്പനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ നല്ല നല്ല മാറ്റങ്ങൾ എന്ത് ചെയ്യും കമ്പനിയിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഓൺഗോയിങ് ബഡ്ജറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടിയാണ് നമുക്കിതിൽ എടുക്കാനുള്ളത്. അതോടുകൂടി ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർക്കാൻ സാധിക്കും. എന്താണ് ഓൺഗോയിങ് ബഡ്ജറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? നമ്മൾ എല്ലാ ബഡ്ജറ്റുകളും ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അത് അപ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പീരീഡ് സ്പെസിഫിക്കലി ഒരു പീരീഡിൽ അല്ലെ ചിലപ്പോൾ മന്ത്ലി ആകാം അല്ലെ ഓരോ മാസം കഴിയുന്നതോറാകാം അല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം 3 മാസം കൂടുമ്പോഴായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റിസൾട്ടുകളും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റിസൾട്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കൃത്യമായി അത് മെഷർ ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ വേരിയൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്തു വെക്കുന്നുണ്ട് അല്ലേ. സോ വേരിയൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഈ വേരിയൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെഷൻ സിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ സെഷൻ വേരിയൻസും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. സോ വേരിയൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ബഡ്ജറ്റിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് വരുന്ന റവന്യൂസ് അല്ലേ എക്സ്പെൻസുകൾ യൂണിറ്റുകൾ ആക്ച്വലായിട്ട് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ അത് നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നതാണ് കമ്പയർ ചെയ്ത് മെഷർ ചെയ്ത് അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഇത് വേരിയൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് നല്ല രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫേവറബിൾ വേരിയൻസ് എന്നും നമുക്ക് മോശമായ രീതിയിലാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺഫേവറബിൾ വേരിയൻസ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ 10 രൂപ വരും എന്ന് പ്രതീക്ഷിച്ചു 12 രൂപ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് ദോഷം ചെയ്യും. സോ അത് അൺഫേവറബിൾ വേരിയൻസ് ആണ്. നമ്മൾ 10 രൂപ വരുമെന്ന് പറഞ്ഞെടുത്ത് 8 രൂപയെ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് ഒരു ഫേവറബിൾ വേരിയൻസ് ആണ്. സോ വേരിയൻസുകളിൽ ഈ ഫേവറബിളും അൺഫേവറബിളും നിങ്ങൾ എന്താക്കിയിരിക്കണം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ വേരിയൻസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വേരിയൻസുകൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷനും എന്താണ് ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ലൂപ്പിൻ്റെ ഒരു വളരെ ഭാഗമായിട്ടുള്ളതാണ് അല്ലേ. കമ്പനിയുടെ കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനമായൊരു ഭാഗമാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്ന കൺട്രോളിങ്ങിലെ കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതിൽ എന്തുണ്ട് 6 സ്റ്റേജുകളുണ്ട്. 6 സ്റ്റെപ്പുകളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ. ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ? 1 എക്സ്റ്റാബ്ലിഷിങ് എ ബഡ്ജറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ പെർഫോമൻസ് അല്ലെ ഒരു ബഡ്ജറ്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. 2 അത് മെഷർ വിത്ത് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് അത് എന്ത് ചെയ്യുക മെഷർ ചെയ്യുക. 3ാമത്തത് അനലൈസ് ചെയ്യുക കമ്പയർ ചെയ്യുക. അതാണ് 3ാമത്തെ സ്റ്റേജ്. നന്നായിട്ട് കമ്പയർ ചെയ്യുക അനലൈസ് ചെയ്യുക. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. 5ാമത്തത് ഡിവേഴ്സ് ഓർ ഇംപ്ലിമെൻറ്റ്. ഇനി നെസസറി കറക്ഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത്യാവശ്യമുള്ള എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. 6ാമത്തത് ഇത് വീണ്ടും റിവ്യൂ ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇത് കമ്പനിയുടെ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രോൾ ലൂപ്പ് എന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന 6 സ്റ്റെപ്പുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഏത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഏതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ബഡ്ജറ്റിംഗ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാസ്റ്റർ ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഓരോ ബഡ്ജറ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.